ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു, അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. പ്രാവ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അത് പ്രത്യാശയുടെ കിരണമാണ്. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്, തോരാത്ത മഴ. ആ പെയ്തിറങ്ങിയ മഴവെള്ളം ഭൂതലമാകെ പ്രളയം സൃഷ്ടിച്ചു. ആ മഴവെള്ളം, ആ പ്രളയം സകല ജീവജാലങ്ങളെ നശിപ്പിച്ചു. മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങി. അവിടെ ആ പ്രളയത്തിന്മീതെ നോഹയുടെ പെട്ടകം, അതല്ല നോഹയുടെ കുടുംബം മാത്രം ആ പെട്ടകത്തിനുള്ളിൽ ഇങ്ങനെ ആ പ്രളയത്തിന്മീതെ ഇങ്ങനെ നീന്തി ഇങ്ങനെ നടക്കുകയാണ്. പ്രളയത്തിന്മീതെ, ആ വെള്ളത്തിന്മീതെ. അങ്ങനെ 150 ദിവസം എടുത്തു ആ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. അത് കഴിഞ്ഞ് 150 ദിവസം എടുത്തു ആ വെള്ളം താഴാൻ. ഇങ്ങനെ താണു വന്നിട്ട് ഈ നോഹയുടെ പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറക്കുകയാണ്. അങ്ങനെ അരാരത്ത് പർവ്വതത്തിൽ ഈ നോഹയുടെ പെട്ടകം ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നോഹ ഈ കിളിവാതിൽ തുറന്നു നോക്കും. വെള്ളം പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും പച്ചിപ്പ് കാണുന്നുണ്ടോ, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം വെളിയിൽ കാണുന്നത് ഭയാനകമായ രംഗമാണ്. ആ ദുസ്സഹമായ, വളരെ ദയനീയമായ രംഗമാണ് വെളിയിൽ കാണുന്നത്. കാരണം ആ പേടകത്തിന് ചുറ്റും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശവശരീരങ്ങൾ ഇങ്ങനെ ചീഞ്ഞ് അഴുകി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം വമിക്കുന്ന വെളിയിലെ സാഹചര്യമാണ് നോഹ കാണുന്നത്. അപ്പോഴിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഈ അകത്തെ ആ അസ്വാതന്ത്ര്യം, അങ്ങനെ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെപ്പോലെ അവരിയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ കിളിവാതിലൊക്കെ തുറക്കുമ്പോൾ ഈ പക്ഷികളൊക്കെ പറന്നു പോകാൻ വെമ്പൽ കാട്ടും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കിളിവാതിൽ തുറക്കുമ്പോഴാണ് ഒരു പ്രാവ് ആ അസ്വാതന്ത്ര്യത്തിൽ നിന്ന്, ആ കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇതാ സ്വതന്ത്രമായി അനന്തവികാശത്തിലേക്ക് ആ കിളിവാതിലൂടെ പറന്ന് വെളിയിൽ പോവുകയാണ്. അതിങ്ങനെ പറന്നുപോയി. നോഹ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്ത് ചെയ്യുമെന്നറിയാതെ. ഇങ്ങനെ എന്തായാലും സന്ധ്യയായി, വൈകുന്നേരമായപ്പോൾ അത് ആ പ്രാവ് കൂടണയുകയാണ്. ആ പ്രാവ് തൻ്റെ കൂട്ടിലേക്ക് ചേക്കേറാനായിട്ട് തിരികെ വരികയാണ്. നോഹയുടെ അടുത്തേക്ക് വരുമ്പോൾ ആ കിളിവാതിൽ വന്നിരിക്കുമ്പോൾ നോഹ നോക്കി, ആ പ്രാവിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അത് പ്രത്യാശയുടെ കിരണമായിരുന്നു. നോഹയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉദിക്കുകയാണ്. അങ്ങ് അകലെയല്ലാതെ ഒരു പച്ചിപ്പുണ്ട്, ഒരു ഉണങ്ങിയ നിലമുണ്ട്, ഒരു ഹരിതാപമുണ്ട്. തൻ്റെ ജീവിതത്തിൽ താമസിയാതെ ആ പച്ചിപ്പുണ്ടാകും, ആ ഉണങ്ങിയ നിലമുണ്ടാകും, ആ ഹരിതാപം ഉണ്ടാകും. താമസിയാതെ എനിക്ക് അവിടെ കാല് കുത്താമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം നോഹയുടെ പെട്ടകം ആ ഉണങ്ങിയ നിലത്ത്, ആ നോഹയ്ക്ക് വെളിയിലേക്ക് ഉണങ്ങിയ നിലത്ത് കാല് വെക്കുവാൻ സാധിച്ചു. അവൻ ഹരിതാപം കണ്ടു ഏറ്റവും ഒടുവിൽ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതായത് മഴ ഇങ്ങനെ പെയ്തുറങ്ങും. ആ മഴയെന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും മഴയാണ്. രോഗങ്ങളുടെ, ദുരിതങ്ങളുടെ, തൊഴിലില്ലായ്മയുടെ, മക്കളുടെ പഠിത്തത്തിൻ്റെ, ആ എല്ലാ കഷ്ടപ്പാടിലും പ്രയാസങ്ങളും വന്ന് മഴ ഇങ്ങനെ പെയ്തിറങ്ങുമ്പോൾ അതുണ്ടാകുന്ന പ്രളയത്തിൽ നമ്മുടെ കുടുംബമാകുന്ന പേടകം ഇങ്ങനെ ആടി ഉലയും. അങ്ങനെ ഒരു കുടുംബം, അങ്ങനെ ഒരു കുടുംബ പേടകം, ഒരു 7 അംഗങ്ങളുടെ ഒരു കുടുംബ പേടകം 1960കളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മഴവെള്ള പെയ്ത്തിലുണ്ടായ പ്രളയത്തിൽ അവരുടെ ആ പേടകം, 7 കുടുംബത്തിൻ്റെ ആ പേടകം ഇങ്ങനെ ആടി ഉലയുകയാണ്. ആ മഴ പെയ്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രഹനാഥൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ്. ആ ഗ്രഹനാഥന് വേറെ ജോലിയൊന്നും അറിയയില്ല. ഭയങ്കര വിഷമമായി. ആ 5 മക്കളുണ്ട്, ആ ഭാര്യയുണ്ട്. ഈ ഗ്രഹനാഥന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര നിരാശയുടെ അനുഭവം, നിരാശയുടെ കയത്തിലാണ്. ആ നിലയില്ലാ കയത്തിൽ ആ പേടകം ഇങ്ങനെ ആടി ഉലയുകയാണ്. പല ദിവസങ്ങളിലും അരപ്പട്ടിണിയും മുഴപ്പട്ടിണിയുമാണ്. ആ ചുറ്റുപാടുമുള്ള വീടുകളൊക്കെ ഇതുപോലെ സാധാരണക്കാരാണ്. അവർ മനസ്സുകൊണ്ട് സഹായിക്കാൻ, പക്ഷെ അവർക്കും സാമ്പത്തികമില്ല. അവരും ഏകദേശം ഇതേ അവസ്ഥയിലാണ്. അങ്ങനെ പല ദിവസങ്ങളിലും 2 ബോണ്ട കൊണ്ട് ദിവസം കഴിയുകയാണ്. അതായത് വെറും കയ്യിലുള്ള ശേഖരിച്ചു വെച്ചിരിക്കുന്ന അരിയും വാട്ടക്കപ്പയും എല്ലാം തീർന്നപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ
മഴയാണ്, മിഥുനം കർക്കിടക മാസമാണ്. ആ അന്ന് ഇന്നത്തെ പോലെ കാലം തെറ്റി വരുന്ന കാലാവസ്ഥയല്ല. യഥാസമയം മഴയും മഞ്ഞും വെയിലും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥ. ഇടവപ്പാതിയായാലും കർക്കിടക മാസത്തിലെ മഴയായാലും യഥാസമയം വരുന്ന ഒരു അനുഭവമുള്ള ഒരു കാലം. അന്ന് ആ മിഥുനം കർക്കിടക മാസത്തിൽ ഭയങ്കര മഴയാണ്, രാത്രി കുറ്റാക്കൂരിട്ടാണ്. ആ പഞ്ഞമാസത്തിൽ ഈ കുടുംബം ആടി ഉലയുകയാണ്, മിക്ക ദിവസങ്ങളും പട്ടിണിയാണ്. ഏറ്റവും വല്ലപ്പോഴും ആ ജംഗ്ഷനിലുള്ള ഒരു കാപ്പിക്കടയുണ്ട്, നല്ലവനായ ഒരു പരമോച്ചാട്ടൻ്റെ കടയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന 2 ബോണ്ട 7ആയിട്ട് കഷ്ണിച്ച്, ആ ബോണ്ടായുടെ ഒരു കഷ്ണം കഴിച്ചുകൊണ്ടാണ് അവർ ആ 2 ബോണ്ട 7ആയി കഷ്ണിച്ച് ആ പീസ് കൊണ്ടാണ് അവർ കടുങ്കാപ്പി വനത്തിൽ കുടിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓണം കടന്നു വരികയാണ്. കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമായി ഓണം കടന്നു വരികയാണ്. ആ ഉത്രാട തലേന്നായിട്ടും ഇവിടെ ഈ ഗ്രഹനാഥന് ഒരു 10 രൂപ പോലും ആരും കടം കൊടുക്കുന്നില്ല, ആരുടെയും ഇല്ല. അന്നത്തെ കാലത്ത് പഞ്ഞമാസമാണ്, ക്ഷാമകാലമാണ്, ആരുടെയും പൈസ ഇല്ല. ഇദ്ദേഹം പല വാതിലുകളും മുട്ടി ഒരു 5 രൂപ 10 രൂപയ്ക്ക് വരെ എങ്ങും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്രാടത്തലേന്ന് സാധാരണ പോലെ 2 ബോണ്ട വാങ്ങിക്കാനായിട്ട് ഈ പരമോച്ചാട്ടൻ്റെ കടയിൽ പോവുകയാണ്. അപ്പം അന്ന് അവിടെയും ചെന്നിട്ട് പലരോടും പൈസ ചോദിച്ച് നേരം വൈകിപ്പോയി. ഇങ്ങനെ 2 ബോണ്ടായുമായിട്ട് ഇവിടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴേക്കും ക്ഷീണിച്ച് 5 മക്കളും കിടന്നുറങ്ങിയിരുന്നു. ഈ അമ്മ പ്രാർത്ഥിച്ച് ഈ കണ്ണിൽ എണ്ണയും ഒഴിച്ച് തൻ്റെ പ്രാണനാഥനെ, തൻ്റെ ഭർത്താവിനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ നിരാശനായി കടന്നു വരുന്ന ഭർത്താവിനെ കണ്ടുകൊണ്ട് പറയുന്നു, പൈസ ഒന്നും കിട്ടിയില്ലല്ലേ എന്ന് പറയുകയാണ്. അപ്പം ഈ അമ്മ പറഞ്ഞ്, മക്കളൊക്കെ ക്ഷീണിച്ചുറങ്ങി എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നമ്മളും കഴിക്കേണ്ടെന്നും പറഞ്ഞ് ഈ ബോണ്ട പൊതിഞ്ഞ് ആ ചെറിയൊരു അലമാരിയുണ്ട്, അതിൽ വെച്ചു. എന്നിട്ട് നമുക്ക് കടുങ്കാപ്പി 2 പേരും കൂടെ കുടിച്ചിട്ട് അവർ കിടന്നു. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ഈ അമ്മ കണ്ണു തുറക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല. ഇങ്ങനെ നോക്കിയപ്പോൾ അടുക്കളയിൽ ആ ഒരു മങ്ങിയ മണ്ണെണ്ണ വെളിച്ചത്തിൽ അവിടെ നോക്കുമ്പോൾ ഭർത്താവ് അവിടെ കുത്തിയിരിക്കുകയാണ്. ആ കുരണ്ടിയിൽ കുത്തിയിരുന്ന് ഒരു പേപ്പർ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ 2 ബോണ്ട എടുത്ത് എന്നത്തെ പോലെ 7ആയിട്ട് കഷ്ണിക്കുകയാണ്. 7 കഷ്ണങ്ങളാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അപ്പൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ ഓരോ കഷ്ണവും ബോണ്ട എടുത്തിട്ട് ആ മാർദ്ദമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കുകയാണ്. വിരൽ കൊണ്ടൊരു കുഴി ഉണ്ടാക്കി ആ കുഴികളിലെല്ലാം ഒരു കറുത്ത പൊടി ഇടുക. കറുത്ത പൊടി ഇട്ടിട്ട് ഈ അപ്പൻ ആ ബോണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഹോൾ അടയ്ക്കുകയാണ്. അങ്ങനെ 7 കഷ്ണം, ആ 7 കഷ്ണങ്ങളിലും ഈ അപ്പൻ ഓരോ കുഴി കുഴിച്ച് ഇങ്ങനെ ആ കറുത്ത ഒരു പൊടിയിട്ട് ഓട്ടയടച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ അമ്മ ചെല്ലുന്നത് കാണുന്നത്. അപ്പം ഈ അമ്മ ചോദിച്ചു, എന്താ അച്ചായ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരു വിങ്ങിപ്പൊട്ടലായിരുന്നു. അപ്പൻ പറയുകയാണ്, എടീ, നമ്മുടെ മക്കള് പട്ടിണി കിടക്കുമ്പോൾ നാളെ തിരുവോണമായിട്ട് അവർക്ക് ഒരു വാ ചോറ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടെ ജീവൻ കൊടുക്കാം. ഇത് എലിവിഷമാണ്, ഞാൻ 7 കഷ്ണങ്ങളിലും ഇത് എലിവിഷം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് കൊടുക്കുന്നു, നമ്മൾ മരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ അമ്മ എന്താ ചെയ്യുന്നറിയാമോ? ആ പേപ്പറിൽ പൊതിഞ്ഞ ആ പേപ്പറിൽ ആ 7 കഷ്ണങ്ങളും ബോണ്ടയും ഇങ്ങനെ ചുരുട്ടി കൂട്ടി ആ കടുങ്കാപ്പിയിട്ട് ആ അടുപ്പിൽ ഇട്ടിട്ട് ഈ അപ്പനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ അച്ചായ, ഇങ്ങനെ നിരാശനായാലോ? എല്ലാവരും ഗവൺമെൻറ് ജോലി കൊണ്ടാണോ ജീവിക്കുന്നത്? മറ്റുള്ളവരും ജീവിക്കുന്നില്ലേ? ദൈവം തന്ന ആയുസ് അങ്ങനെ കളയാനുള്ളതാണോ? ഈ ഒരു ബലിഷ്ഠമായ കരങ്ങളില്ലേ? ആരോഗ്യമായ ശരീരമില്ലേ? ഇങ്ങനെ വിരിഞ്ഞ മാറിടമില്ലേ? ഇത്രയും ആരോഗ്യമുള്ള ശരീരം ഇവിടെ 6 റാത്തൽ കൂന്താലി ഇരിപ്പുണ്ട്, നമുക്ക് പോയി കിളയ്ക്കാം. നമ്മൾ 2 പേരും കൂടെ കൂലിക്കിറങ്ങുന്നു, നാളെ പോലെ ഞാനും കൂലിപ്പണിക്കിറങ്ങാം, നമുക്കിറങ്ങി നമ്മളെ അധ്വാനിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഈ അമ്മച്ചി ഇതെന്താ അറിയാമോ? അവിടെ ഒരു പാക്കുവര മുതലാളിയുണ്ട്. ആ പാക്കുവര മുതലാളിയെ ചെന്ന് ഈ അമ്മ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ പാക്ക് വെട്ടാൻ വരാം, എനിക്ക് 10 രൂപ തരണം, എൻ്റെ മക്കൾക്ക് ചോറൊരുക്കി കൊടുക്കാനാണെന്ന് പറയുകയാണ്. ആ നല്ലവനായ മനുഷ്യൻ 10 രൂപ കൊടുത്തു. അവർ വന്ന് ഓണം ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഈ അമ്മ പാക്ക് വെട്ടാൻ പോയി തുടങ്ങി, കരിയില തൂക്കാൻ പോയി തുടങ്ങി, ഇഞ്ചി ചിരണ്ടാനും കപ്പ ചിരണ്ടാനും ഒക്കെ പോയി ആ ജീവിതം ചെറിയ പച്ച പിടിച്ചു തുടങ്ങി. ഈ അപ്പൻ്റെ നിരാശയൊക്കെ മാറി. അപ്പൻ വെളിയിലൊക്കെ ഇറങ്ങി, അപ്പനും ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. ആ 3 പെമ്മക്കളാണ്, 3 പെമ്മക്കളെ കെട്ടിച്ചയച്ചു. ഏറ്റവും മൂത്ത മോന് ബോംബെ ജോലിയായി, ഇളയ മോൻ പ്രായമായ ജോലിയായി. അവരുടെ കുടുംബം ആടി ഉലയുന്ന പേടകം, 7 കുടുംബമാകുന്ന പേടകം അരാരത്ത് പർവ്വത്ത് ഉറച്ചെങ്കിൽ അവിടെ ഉണങ്ങിയ നിലത്തിലോട്ടാണ് കാലുകുത്തുന്നത്. ഒരു പച്ചിപ്പ്, ഒരു പ്രത്യാശയുടെ ഒരു പച്ച ഒലിവില ആ വെള്ളരിപ്രാവ്. അവിടെ ഇതൊരു വെള്ളരിപ്രാവായിട്ട് ആ അമ്മ കടന്നു വരികയാണ്. ആ അപ്പൻ്റെ ആ കിളിവാതിലാകുന്ന മനസ്സിലേക്ക്, ആ മനസ്സിൻ്റെ വാതിലിലേക്ക് ആ അമ്മ ഒരു വെള്ളരിപ്രാവ് പോലെ കടന്നു വരുന്നു. അമ്മയുടെ വായിൽ പച്ച ഒലിവില. ആ അമ്മയുടെ നല്ല വാക്കുകളായിരുന്നു, പ്രോത്സാഹനമായിരുന്നു. പ്രിയമുള്ളവരെ,
ഏഴ് കഷ്ണം ബോണ്ട, ആ ബോണ്ടയുടെ പീസിൽ ഇതാ മുങ്ങിപ്പോകാവുന്ന ഒരു നൗക, ആ പ്രളയമാകുന്ന, ആ കഷ്ടതയും പ്രയാസമാകുന്ന ആ പ്രളയത്തിൽ മുങ്ങിപ്പോകാവുന്ന നൗക, ആ 7 കഷ്ണം ആ ബോണ്ട കഴിച്ചുകൊണ്ട് ആ മുങ്ങിപ്പോകാവുന്ന ഏഴംഗ കുടുംബത്തിൻ്റെ ഒരു പേടകം. ഇതാ ആ പേടകത്തെ പ്രത്യാശയിലേക്ക്, ജീവിതത്തിലേക്ക് നയിക്കുന്നത് ആ അമ്മയെന്ന ഒരു വെള്ളരിപ്രാവാണ്. ആ വെള്ളരിപ്രാവിൻ്റെ വായിൽ, അമ്മയുടെ വായിലെ നല്ല വാക്കുകൾ, അതാ ആ പ്രാവിൻ്റെ വായിൽ ഒരു പച്ച ഒലിവില, ആ പച്ച ഒലിവില, ആ നല്ല വാക്കുകൾ ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു വെള്ളരിപ്രാവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വായിലെ ആ പച്ച ഒലിവില നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതിന് സാധിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിലൊക്കെ ഇതുപോലെ ആടി ഉലയുന്ന പെട്ടകങ്ങളുണ്ട്. ആ പെട്ടകങ്ങളിൽ ദുസ്സഹമായി സ്വാതന്ത്ര്യമില്ലാതെ അസ്വാതന്ത്ര്യത്തിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങൾ ഒന്ന് മുങ്ങിപ്പോയാൽ മതി, ഒന്ന് തീർന്നു പോയാൽ മതിയെന്ന്, ജീവിതം ഒന്ന് നശിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ജീവിതത്തിലേക്ക് ഒരു വെള്ളരിപ്രാവ്, അതാ വൈകുന്നേരം ഒരു പ്രാവ് ആ കിളിവാതിൽ വന്നിരുന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില, ആ പ്രാവിനെ പോലെ, ആ അമ്മയാകുന്ന വെള്ളരിപ്രാവിനെ പോലെ നമുക്ക് കടന്നുചെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്. അതാ ഒരു പച്ച ഒലിവില അതിൻ്റെ വായിൽ. അത് നമ്മുടെ നല്ല വാക്കുകളായിരിക്കട്ടെ. നല്ല വാക്കുകൾ കൊണ്ട് ഒരു വെള്ളരിപ്രാവായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, നിരാശയുടെ കഴുത്തിൽ ആണ്ടുപോകുന്ന പല ജീവിതങ്ങളെയും നമുക്ക് ജീവിതത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്ക്, ദൈവത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കും.